കാർലറ്റ് ബെഡ് ചൂസ് അങ്ങനെ 4 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2021 നമ്മൾ കാർലറ്റ് ബെഡ് ചൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അന്ന് 2 സ്റ്റാഫ് വെച്ച് തുടങ്ങിയ സ്ഥാപനം നമ്മൾ 33 സ്റ്റാഫിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം നമുക്ക് ഒരുപാട് ജോബ് വേക്കൻസീസ് നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഏകദേശം 6ഓളം ജോബ് വേക്കൻസീസ് നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ ഇത്രയും കാലം നമ്മുടെ സ്റ്റാഫിനെല്ലാം റിക്രൂട്ട് ചെയ്തത്, ഈ ഒരു 33 മെമ്പേഴ്സിന് നമ്മൾ റിക്രൂട്ട് ചെയ്തത് നമ്മുടെ ഈ പരിസരത്തുള്ള ഈ ഒരു 10 കിലോമീറ്റർ സറൗണ്ടിങ്സിലുള്ളവരെയാണ് നമ്മൾ മാത്രമാണ് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും പുറത്തുനിന്നുള്ളവരൊക്കെ ഒരുപാട് പേര് നമ്മുടെ ജോബ് വേക്കൻസി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി കേരളത്തിൽ എവിടെ ഉള്ളവരാണെങ്കിലും മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ അവരും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് അവർക്കും കൂടി നമ്മൾ ആ ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് അക്കോമഡേഷൻ നമ്മളിവിടെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുക്കും, പക്ഷേ ഫുഡ് നിങ്ങൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ മാക്സിമം കണ്ട് ഏതൊക്കെയാണ് ഇന്നത്തെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വാക്കൻസീസ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിയുന്നവരോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ജോബ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഒറ്റ ഷെയർ മതിയാവും ഒരു കുടുംബം രക്ഷപ്പെടാനും അല്ലെങ്കിൽ ഒരാൾ രക്ഷപ്പെടാനും. അപ്പോൾ ഏതൊക്കെയാണ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ വേക്കൻസി വരുന്നത് വെഹിക്കിൾ വാലേറ്റർ എന്നുള്ളൊരു പോസ്റ്റിംഗ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വെഹിക്കിൾ വാലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അതായത് വാഹനം ഏതൊക്കെയാണ് മോഡൽ, അതിൻ്റെ പെട്രോളാണോ ഡീസലാണോ, അതേപോലെ വാഹനം ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. അങ്ങനെ വാഹനത്തിനെ പറ്റിക്കാണ്ടുള്ള ഒരു ബേസിക് നോളേജ് ഉള്ള ഒരാൾക്ക് വെഹിക്കിൾ വാലേറ്റർ ആയിട്ട് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. അദ്ദേഹത്തിന് അതേപോലെ സിസ്റ്റം നോളേജ് ഉണ്ടായിരിക്കണം. അദ്ദേഹം മേക്ക് ചെയ്യുന്ന റിപ്പോർട്ടുകൾ സിസ്റ്റത്തിനകത്തേക്ക് എൻട്രി ചെയ്യാനുള്ളൊരു കഴിവും കൂടി ഉണ്ടായിരിക്കണം. അതിന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന കോഴ്സ് പഠിച്ച ഒരാളായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ബേസിക്കലി ഈ ഒരു നോളേജ് ഉള്ള ഒരാൾക്ക് ആർക്കും ഈ ഒരു വേക്കൻസി ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എൻട്രി അവനവന് കഴിവും കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റി ഉണ്ട് എന്നുള്ള ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള വാഹനത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കലും സിസ്റ്റം നോളേജ് ഉണ്ടെങ്കിൽ വെഹിക്കിൾ വാലേറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പോസ്റ്റിലേക്ക് എൻട്രി ചെയ്യാം. ബാക്കി വരുന്ന ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ഇവിടെ ബാക്കി തന്നിട്ട് നിങ്ങളെ മാറ്റിയെടുക്കൽ അത് ഞങ്ങൾ ഉത്തരവാദിത്തമായിരിക്കും. പിന്നെ അടുത്ത ഒരു വേക്കൻസി വരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റിംഗ് വരുന്നുണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവ് ആകുമ്പോൾ എന്ന് വെച്ചാൽ വാഹനത്തിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വാഹനത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഏതൊക്കെ അതിൻ്റെ വേരിയൻസ് മോഡൽസ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് മെയിലായാലും ഫീമെയിലായാലും നമുക്ക് 2 ജോബിനും 2 ഇതിനകത്തും 2 പേർക്കും പറ്റിയ വേക്കൻസിയാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റ്. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല എക്സ്പീരിയൻസ് വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഡാറ്റ എൻട്രി എന്നുള്ളൊരു പോസ്റ്റിംഗ് ഉണ്ട്. ഡാറ്റ എൻട്രി സിസ്റ്റം നോളേജ് ഉണ്ടായിരിക്കണം. മെയിലായാലും ഫീമെയിലായാലും കുഴപ്പമില്ല. നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യാനുണ്ടാവും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വാഹനത്തിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിപ്പോർട്ട് തരും. ആ റിപ്പോർട്ട് നിങ്ങൾ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യണം. അപ്പോൾ അതിന് സിസ്റ്റം നോളേജ് മാത്രം ഉണ്ടായി, ഡാറ്റ എൻട്രിയിലൊന്നും എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നില്ല. സിസ്റ്റം നോളേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾക്കത് നിങ്ങൾ പഠിപ്പിച്ച് തരും. അപ്പോൾ അങ്ങനെ ഡാറ്റ എൻട്രി എന്നുള്ള പോസ്റ്റിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. മെയിലിനും പറ്റും ഫീമെയിലിനും പറ്റും. പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് എന്നുള്ളൊരു മറ്റൊരു പോസ്റ്റും കൂടിയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഹാൻഡിൽ ചെയ്യുക, അതിനകത്തുള്ള മെസ്സേജുകളൊക്കെ റിപ്ലൈ കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് മെയിലും ഫീമെയിലും ആ പോസ്റ്റിലേക്ക് അപ്ലൈ ആവുന്നതാണ്. പിന്നെ അടുത്ത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ വാഹനങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിലായാലും ഫീമെയിലായാലും നമുക്ക് ആ ഒരു പോസ്റ്റിലേക്കും അപ്ലൈ ആവുന്നതാണ്. പിന്നെ അതേപോലെ അടുത്ത ഫൈനലി ഹോസ്റ്റസ് എന്നുള്ളൊരു പോസ്റ്റിംഗ് ഉണ്ട്. ഹോസ്റ്റസ് ലേഡീസാണ് നമ്മുടെ വരുന്ന കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഫീമെയിലിനാണ് പ്രിഫർ ചെയ്യുക. ഫീമെയിൽസിന് താല്പര്യമുള്ളവർ, എക്സ്പീരിയൻസ് ഉള്ളവർ അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ കേരളത്തിൽ എവിടെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു വേക്കൻസിയിലേക്കെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമെ അയക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ വാഹന ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ജോബ് അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. വണ്ടിപ്രാന്തുള്ള ഒത്തിരി പേരുണ്ട്. അവർക്ക് നിങ്ങളുടെ വണ്ടിപ്രാന്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, ജോബ് അന്വേഷിച്ച് നടക്കുന്ന ഒരാളെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അക്കോമഡേഷൻ നമ്മൾ ഫ്രീ ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കേരളത്തിന് എവിടെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അക്കോമഡേഷൻ നിങ്ങൾക്ക് കഴിവും കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റിക്രൂട്ട് ചെയ്യും. അക്കോമഡേഷൻ ഞങ്ങളിവിടെ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്യും. ഫുഡ് നിങ്ങൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഏകദേശം 6 വേക്കൻസിയോളം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ആരെങ്കിലുമൊക്കെ ജോബ് അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റെസ്യൂമെ അയക്കാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ സെയിം നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒറ്റ ഷെയർ മതിയാവും മറ്റുള്ളവരുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ താങ്ക് യു.